ഇല്ലായിരിക്കോ? എന്താ ബിസി? വലിയ ആളായ പിന്നെ ബിസി അല്ലായിരിക്കോ? ദിവസം 3 വീഡിയോസ് ഇടോ? അതന്നെ, ഇത് വെയിറ്റിംഗ് അല്ലേ കാണാനായിട്ട്. താത്ത ഇട്ടില്ലെങ്കിൽ ആ ഒരു ദിവസം വഴുകി അപ്പൊ തന്നെ ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. കണ്ണി കണ്ട കോമഡിയൊക്കെ അതിൽ കാട്ടാം. ഇതിലത് പറ്റൂല, കോപ്പിറൈറ്റ് വരും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. സലീന താത്ത വൈറലാണ്. സലീന താത്തയെ കുറിച്ച് അല്ലെങ്കിൽ സലു കിച്ചൺ വളപ്പുറം അതേക്കുറിച്ച് 2 വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുള്ളവർക്ക് അറിയാം സലീന താത്ത എന്തുകൊണ്ടാണ് ആയതെന്നുള്ളത്. അവരുടെ നിഷ്കളങ്കമായ സംസാരം, ഒന്നും മറച്ചു വെക്കാത്ത കുറെ കുശുമ്പും കുന്നായ്മ എല്ലാം തുറന്നു പറയുന്ന ഒരു സംസാരം. അതുകൊണ്ട് തന്നെയാണ് സലീന താത്ത വൈറലായത്. ഇപ്പം ഈ പറഞ്ഞതുപോലെ ഇപ്പോ വെറൈറ്റി മീഡിയയിൽ നമ്മുടെ മസ്തി വിത്ത് മസ്താനിയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനകത്ത് സെറീന താത്തയുടെ തഗ്ഗുകൾ കൊണ്ട് സത്യം പറഞ്ഞാൽ അതിപ്പം നമുക്കറിയാം ട്രെൻഡിങ് ഒന്നാവാനാണ് ചാൻസ്. 2 മണിക്കൂർ കൊണ്ട് തന്നെ ഏതാണ്ട് 10,000-60,000 കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ വ്യൂവർഷിപ്പ്. അപ്പൊ അത്രത്തോളം ആൾക്കാർ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതും അതിന്റെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ സെറീന താത്ത എന്തുമാത്രം ഫാൻസ് സെറീന താത്തയ്ക്ക് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാവും. ഞാനിവിടെ ഒരു വേറ്റൊരു കാര്യം പറയും. ഈ സെറീന താത്തയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറീന താത്ത സ്വയം വിചാരിക്കുകയാണ് ഞാൻ വലിയൊരു സെലിബ്രിറ്റിയാണ്, ഞാൻ വലിയൊരു യൂട്യൂബറാണ്. അപ്പോൾ സെറീന താത്ത ഇടയ്ക്ക് വെച്ചിട്ട് എനിക്കൊരു ഡോക്ടറെ വേണം. ആ വീഡിയോ ഒക്കെ എന്റെ മുമ്പുള്ള വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കൊരു ഡോക്ടറെ കെട്ടാൻ, എനിക്കൊരു സ്റ്റാൻഡേർഡ് ഡോക്ടറെ, ഏതെങ്കിലും ഡോക്ടറോ എഞ്ചിനീയറോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അവരെ മാത്രമേ കെട്ടാൻ പറ്റുള്ളൂ. അവർക്ക് ഇംഗ്ലീഷ് പറയാൻ അറിഞ്ഞിരിക്കണം. അങ്ങനെയൊക്കെ ഉള്ള വീഡിയോസ് ഒക്കെ ഈ പറഞ്ഞ നമ്മളതൊരു രസകരമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് സെറീന താത്ത സ്വയം വിശ്വസിക്കുകയാണ് ഞാനൊരു വലിയൊരു സെലിബ്രിറ്റിയാണ് എന്നുള്ളത്. നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്നത് എന്താണ്? നമ്മളൊരു കാര്യം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ അതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിസരത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതി നമ്മളെ അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതാണ് ഈ പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ള ഒരു ബേസിക് തിയറി. അതിവിടെ യാഥാർത്ഥ്യമാകുമ്പോഴാണ് എനിക്ക് സലീന താത്തയുടെ കേസ് മനസ്സിലാകുന്നത്. കാരണം അവർ സ്വയം വിശ്വസിക്കുകയാണ് അവരൊരു സെലിബ്രിറ്റി ആണ് എന്ന് സ്വയം വിശ്വസിച്ചുകൊണ്ട് അവർ മുമ്പേ തുടക്കം മുതലേ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പോ അക്ഷരാർത്ഥത്തിൽ അവർ യഥാർത്ഥം പറഞ്ഞ ഒരു സെലിബ്രിറ്റി ആയി എന്നുള്ള ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രയ്ക്കുള്ള ഫാൻസികളുണ്ട്. ഇപ്പൊ വെറൈറ്റി മീഡിയ പോലുള്ള പിന്നീട് ഓൺലൈൻ പ്ലാറ്റ്ഫോം മീഡിയ അവർക്ക് ഇന്റർവ്യൂ ഇടുന്നു. ആ ഇന്റർവ്യൂ ഇടുമ്പോൾ തന്നെ 8 മണിക്കൂറുകൾക്ക് ശേഷം തന്നെ ട്രെൻഡിങ്ങിലേക്ക് പോകുന്നു എന്നുള്ളൊരു ട്രെൻഡിങ്ങിൽ പോകുമ്പോൾ ഞാൻ നോക്കില്ല, ട്രെൻഡിങ്ങിൽ പോകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇനി സലീന താത്ത ആരാണ് എന്ന് അറിയാത്തതിന് ഞാനൊരു ചെറിയൊരു ക്ലിപ്പിംഗ് കൂടെ കൊടുക്കാം. അതിനകത്ത് ആരാണ് സലീന താത്ത, ഈ വീഡിയോ കൊണ്ടാണ് സലീന താത്ത വൈറലായത്. ആ ക്ലിപ്പിംഗ് ഇവിടെ കൊടുക്കാം, കാണാത്തവർക്ക് വേണ്ടി മാത്രം. ഈ വീഡിയോ അങ്ങോട്ട് പിടിച്ച് അങ്ങോട്ട് ബാക്കിക്ക് ഇങ്ങനെ പിടിച്ച് നീ ആ ഭാഗമല്ലടോ. അന്നെ കാണുന്നത് നിങ്ങളല്ല, ഇന്റെ മുഖത്തേക്ക്. അപ്പൊ എങ്ങനെ നിങ്ങളല്ലാതെ പുറത്ത് അങ്ങനെ തന്നെ. ഹായ് ഫ്രണ്ട്സ്, പിന്നെ നമ്മളെ തോട്ടത്തിലാണ്, പറമ്പിലാണ് കേട്ടോ. നോക്കുന്നു ശരിക്കും പറമ്പിലാണ് താഴത്ത് കുടിച്ച് നമ്മളിപ്പോ ഈ നാരോ തച്ച് അതുപോലെ റൊമ്മൊട്ടാണ് നമ്മൾ വാങ്ങിയിട്ട് ചാതി തൈ ഇതൊക്കെ നമ്മളെ പറമ്പിൽ ഇവിടെ കുച്ചിട്ട് കേട്ടോ. ഫ്രൂട്ടാണ് കേട്ടോ. ഇനി ഇങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കാണിക്കുക, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഇതാണ് എല്ലായിടത്തും കാണിച്ചെടുക്കണം. ഇനി ഇങ്ങോട്ട് ഈ കുച്ചിനോടത്തേക്ക് സത്തിക്ക്. ഇനിയിപ്പോൾ എവിടെ വെക്കണ്ടമ്മ? ഇനിയിപ്പോൾ എവിടെ? അപ്പൊ നമ്മൾ ഇനി കുട്ടികളെ നാരങ്ങ കണ്ടല്ലോ. ഇതുകൊണ്ടാണ് സലീന താത്ത വൈറലായത്. ഇനി സലീന താത്ത ഈ പറയുന്ന നമ്മുടെ മസ്താനിയുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ സലീന താത്ത കുറെ തഗ്ഗുകൾ അടിക്കുന്നത്. ആദ്യം നമുക്ക് ആ തഗ്ഗുകൾ ഒന്ന് കണ്ടിട്ട് വരാം. സലീന താത്ത ചിരിച്ച് ഒരു എന്റർടൈൻ പർപ്പസിൽ ചിരിച്ച് നമുക്ക് മണ്ണ് കപ്പുന്ന രീതിയിലുള്ള തഗ്ഗുകളാണ് സലീന താത്ത അതിനകത്ത് അടിക്കുന്നത്. ആദ്യം നമ്മൾ അതൊന്ന് കണ്ട് ഒന്ന് ആസ്വദിച്ചിട്ട് വരൂ. എന്താ ബിസി? വലിയ ആളായ പിന്നെ ബിസി അല്ലായിരിക്കോ? മാത്രം ചിന്ത എന്തൊക്കെ ചിന്തിക്കും? അതൊക്കെ അതൊന്നും നിങ്ങളോട് പറയേണ്ട. ഇതിന്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് പറ്റൂല, അധികാരമില്ല. ഇതാണ് നമ്മുടെ സലീന താത്തയുടെ തഗ്ഗുകൾ. വളരെ രസമാണ്. ആ ഇന്റർവ്യൂ നിങ്ങൾ പോയി കാണണം, ഭയങ്കര രസമാണ്. സലീന താത്ത ഇരിക്കുന്ന രീതി കണ്ടിട്ടുണ്ട് നിങ്ങൾ? വളരെ കോൺഫിഡൻസ് കൂടിയവരൊക്കെ ചിലപ്പോഴൊക്കെ എനിക്ക് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഷൈൻ ടോം ചാക്കോയിനെയൊക്കെ ഓർമ്മ വരുന്നുണ്ട്. ആ രീതിയിലാണെങ്കിൽ ഞാനൊരു സെലിബ്രിറ്റി ആണെന്ന് സ്വയം അവർ മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ആ ലെവലിൽ തന്നെയാണ് അവർ ഇരിക്കുന്നത്. അതുപോലെ തന്നെയാണ് അവരുടെ മറുപടിയൊക്കെ, മനസ്സിലായത്? അവർ കൊടുക്കുന്ന മറുപടി ആയാലും എന്തായാലും തഗ്ഗ് മറുപടി ആയാലും
ആ ലെവലിൽ തന്നെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവര് ആ ഒരു ലെവലിലേക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു സിസ്റ്റത്തിൽ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ അവരായിത്തീരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഈ പറയുന്ന സലീന താത്തയുടെ നമ്മുടെ പിന്നീട് ഇന്റർവ്യൂസ് അല്ലെങ്കിൽ സംസാരങ്ങൾ കേൾക്കുമ്പോൾ പല മണ്ടത്തരങ്ങളും പറയുന്നതായിട്ട്, പല അഹങ്കാരത്തിന്റെ ഇതായിട്ട്, പല വിവരക്കേടുകൾ അല്ലെങ്കിൽ എന്താണ് ഒരു ബുദ്ധിക്കുറവ് പോലെ തോന്നുന്നതായിട്ട് നമുക്ക് പലപ്പോഴായിട്ട് തോന്നും. പക്ഷെ ചില കാര്യങ്ങൾ സലീന താത്ത പറയുമ്പോൾ നമുക്ക് തോന്നും ഇത്രയ്ക്ക് ബുദ്ധി ഉണ്ടായിരുന്നോ, ഇവര് തന്നെ ആയിരുന്നോ ഇതൊക്കെ പറയുന്നത് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിന് ഇതിനെ പറിച്ചും അതിനെക്കുറിച്ചൊക്കെ സലീന താത്ത ചെയ്യുന്നത് അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതും സലീന താത്തയ്ക്ക് അപ്പം നമ്മൾ വിചാരിച്ച പോലെ ഒരു മണ്ടിയോ അല്ലെങ്കിൽ ഒരു ബുദ്ധിയില്ലാത്തവളോ ഒന്നും അല്ല സലീന താത്ത. അവർക്ക് നല്ല ബുദ്ധിയുണ്ട്. നമ്മളെ സന്തോഷ് പണ്ഡിറ്റിനെ പറഞ്ഞതുപോലെയാണ്, നല്ല ബുദ്ധിയുണ്ട് അവര്. അപ്പൊ ഇതും കൂടെ നമ്മൾ കേട്ടു നോക്കെ. അല്ല, ഇതിനൊരു ഉപകാരം വേണ്ടേ, പൈസ കിട്ടണ്ടേ? അല്ലാത്ത കോമഡി കളിച്ചാണല്ലോ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കണത്, അല്ല പാവങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ലേ? അതെന്താ ഈ ചോദ്യത്തിന് എന്തോ ഒരു കളിയാക്കുന്ന രീതിയിലുണ്ടോ? അതല്ല, അങ്ങനെ വീഡിയോ ഇടാതെ പിന്നെ എങ്ങനെ ഇത് മുന്നോട്ട് പോകല് ചാനല്? അതുകൊണ്ട് വീഡിയോ ഇടും. അപ്പം നമുക്കൊരു വീഡിയോ വേണം. അപ്പം പാട്ട് പാടിയാലോ, നമുക്ക് കുക്കിംഗ് ചെയ്തിട്ടോ, അങ്ങനെ ചാനലിൽ കൊണ്ടുപോയിട്ടോ. ചാനലിൽ വീഡിയോ ഇടണം എന്നും ഇടാറുണ്ടോ? പിന്നെന്താ എന്നോടണ്ടേ, 3 നേരം ഇടണം. അതന്നെ, ഇത് വെയിറ്റിംഗ് അല്ലേ കാണാനായിട്ട്. താത്ത ഇട്ടില്ലെങ്കിൽ ആ ഒരു ദിവസം വൈകി അപ്പം തന്നെ വിളിച്ച് ചോദിക്കാൻ തുടങ്ങും. അപ്പൊ അതാണ് യൂട്യൂബിനുള്ള ഗുണങ്ങൾ. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം അതല്ല, ഇൻസ്റ്റാഗ്രാമത്തെ മാതിരിയല്ല. യൂട്യൂബിൽ നല്ല ഒരു അച്ചടക്കവും രീതികളൊക്കെ ഉണ്ട് യൂട്യൂബില്. പിന്നെന്താ, ഇൻസ്റ്റാഗ്രാം ഇഷ്ടല്ലേ? ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. കണ്ട കോമഡിയൊക്കെ അതിൽ കാട്ടാം. ഇതിലത് പറ്റൂല, കോപ്പിറൈറ്റ് വരും. എന്താ ഞാനതെല്ലാം കളിക്ക് കുടിച്ചു വന്നാലേ ഇപ്പടക്ക് ഈ രീതിയിൽ എത്തിക്കണേ. നിങ്ങൾക്ക് എന്തായാലും വിചാരിച്ചിക്കണേ? അതല്ല, വലിയ നിലയിലെത്തി എന്നുള്ള ആഡംബരമൊന്നും എനിക്കില്ല. ഞാൻ അങ്ങനെ ഓരോ പോക്കോട്ട് പോകും. ലക്ഷങ്ങൾ വരുമാനം കൈ കിട്ടിയെങ്കിൽ ലക്ഷങ്ങൾ വരുമാനം ഉണ്ടോന്ന് അറിയാൻ പറ്റൂ. പൊട്ടത്തരം ചോദിക്കല്ലേ. കേട്ടല്ലോ, അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം യൂട്യൂബ് എന്താണെന്നും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട്, ഇൻസ്റ്റഗ്രാം എന്താണെന്നുള്ളതും ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ അവർക്കറിയാം. അവര് ഈ പറയുന്ന നമ്മുടെ ആരാണ് മസ്താനി പറയുന്നതിനെല്ലാം കുറുക്കി കൊള്ളുന്ന ഉത്തരങ്ങൾ കൊടുക്കുന്നുണ്ട് അല്ലെ. തഗ് തന്നെയാണ് മസ്താനി തന്നെ ചിരിച്ചു പോകുന്ന രീതി. നമ്മൾ ചിലപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇതൊക്കെ അറിയാം. അപ്പോൾ താത്തയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് താത്ത പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ഒരു എന്താ പറയുന്നത്, ഒരു തമാശയായിട്ടൊക്കെ തോന്നും, അല്ലെങ്കിൽ ഒരു ചെറിയൊരു ബുദ്ധിക്കുറവുള്ളതുപോലെയൊക്കെ നമുക്ക് തോന്നുമെങ്കിലും പക്ഷെ അവർക്ക് നല്ല ബുദ്ധിയുണ്ട്. അവർ ഈ പറയുന്ന കാര്യം, ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഇതുണ്ട്. അവരുടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞത് തന്നെയാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. അവർ സ്വന്തമായിട്ട് ആത്മാർത്ഥമായിട്ട് 101% മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ ഞാനൊരു സെലിബ്രിറ്റിയാണ്, ഞാനൊരു പിന്നീട് വലിയൊരു യൂട്യൂബറാണ്, ഞാനൊരു സെലിബ്രിറ്റിയാണ് എന്ന് അവർ സ്വയം വിശ്വസിക്കണം. അത് ഇപ്പോഴല്ല, അവർ ഈ തുടങ്ങി ഇപ്പൊ ഏതാണ്ട് 10-60 എന്തോ ആയിട്ടുള്ളൂ. ഇതുവരെയായിട്ടും വരുമാനം വന്നിട്ടില്ല. എന്നിട്ട് അവർ പറയുന്നുണ്ട് ഞാനിത് പാവങ്ങൾക്ക് വേണ്ടി തുടങ്ങിയതാണ്, പൈസ വരട്ടെ, ഈ പൈസ കൊണ്ട് ഞാൻ വീട് വെക്കും. അവർ സ്വയം വിശ്വസിക്കുകയാണ്. ആ വിശ്വാസം ഈ ലോ ഓഫ് അട്രാക്ഷന്റെ കേസ് ഞാൻ ഒരിക്കൽ കൂടി എടുത്തു പറയുന്നത്, ആ ഒരു വിശ്വാസം അതങ്ങനെയാണല്ലോ. ലോ ഓഫ് അട്രാക്ഷനിൽ പറയുന്ന ബേസിക് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ച് ഞാൻ ഇതായിത്തീരല്ല, ഞാൻ ഇതാണെന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച ഒരു പോസിറ്റീവ് എനർജി വരികയും ഈ പറഞ്ഞ പോലെ നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതി അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി പ്രയത്നിക്കും. അത് ആയിത്തീരാൻ വേണ്ടി നമ്മൾ അത് അങ്ങനെ ആയിത്തീരുമെന്നാണ്. അത് വളരെ സത്യമായിട്ടാണ് ഇവിടെ ഈ പറയുന്ന സലീന താത്തയുടെ വിഷയങ്ങളിൽ സംഭവിക്കുന്നു എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. കാരണം ഇപ്പൊ തന്നെ നമുക്കറിയാം, ഇപ്പം ഈ സലീന താത്ത പറയുന്നുണ്ട് എന്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ ഇടാതിരിക്കും, ഞാൻ ഡെയിലി 3 വീഡിയോ ഇടും. എന്റെ വീഡിയോ കാണാൻ വേണ്ടി ആൾക്കാർ എന്താണ് തള്ളി നിൽക്കുകയാണ്, അവരിങ്ങനെ ക്യൂ നിൽക്കുകയാണ്. സത്യമാണ്, ഞാനിത് സബ്സ്ക്രൈബ് വെച്ചിട്ടുണ്ട്. ഞാൻ അറിയാതെ ഇവരുടെ വീഡിയോ വരുമ്പോൾ അറിയാതെ ഞാൻ വേറെ ഒന്നും കാണത്തില്ല. ചിലപ്പോൾ പാട്ട് പാടുന്ന, ചിലപ്പോൾ കഴിക്കുന്ന വീഡിയോ ആയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ അതൊരു സുഖമാണ്. അത് കേട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു നമുക്ക് എന്തെങ്കിലും സങ്കടമോ വിഷമോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ, സലീന താത്തയുടെ ഒരു വീഡിയോ കണ്ട് നമ്മുടെ സങ്കടങ്ങളൊക്കെ പോകും. അതുകൊണ്ട് ചിരിക്കാതെ അല്ലെങ്കിൽ ചിരിയോടെ അല്ലാതെ, നല്ലൊരു പുഞ്ചിരിയോടെ അല്ലാതെ ഈ സലീന താത്തയുടെ വീഡിയോ നമുക്ക് ഒരിക്കലും കണ്ടിരിക്കാൻ പറ്റില്ല. ഒരിക്കലും നമുക്ക് അവരുടെ അടുത്ത് എനിക്കിതൊരിക്കട്ടെ അവരുടെ അടുത്തൊരു വെറുപ്പോ അല്ലെങ്കിൽ അവരുടെ ദേഷ്യമോ അയ്യോ ഇതെന്തൊരു പൊങ്ങച്ചോ എനിക്ക് അങ്ങനെ തോന്നിയിട്ട് എന്തോ പൊതുവെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ഇവരെയൊക്കെ എടുത്തിട്ട് ഈ പറയുന്ന അലക്കുകയാണ് ചെയ്യും. പക്ഷെ ഈ സലീന താത്തയുടെ വിഷയത്തിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ. പാവം എന്തോ ഒരു എൻജോയ്മെന്റ് എന്നുള്ള രീതിയിൽ വളരെ രസകരമായിട്ട് ഏത് മൂഡിൽ എത്ര മൂഡൗട്ട് ആയാലും പറയുന്ന സലീന താത്തയുടെ വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരിയോടല്ലാതെ ഈ സാധനം കാണാൻ പറ്റില്ല. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.